നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 വ്യാഴമാറ്റം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിയിൽ ജനിച്ച ജാതകർക്ക് 4ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമായ വ്യാഴം 2026 ഗോചര പ്രകാരം 10ാം ഭാവത്തിൽ നിന്ന് സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവമായ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു. വരുമാനം, ആഗ്രഹ സബലീകരണം, മൂത്ത സഹോദരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന 11ാം ഭാവത്തിൽ വ്യാഴം ഉച്ചബലത്തോടെ നിലകൊള്ളുന്നതും അവിടെ നിന്ന് 3, 5, 7 ഭാവങ്ങളിലേക്ക് അമൃത ദൃഷ്ടി പതിപ്പിക്കുന്നതും അതീവ ശുഭകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിയുടെ സ്വാധീനമുണ്ടെങ്കിലും സർവാഭീഷ്ട സ്ഥാനത്തെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ശനിദോഷങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കും. കഴിഞ്ഞ 12 വർഷങ്ങളായി ജാതകർ കഠിനമായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ കാലയളവിൽ അനായാസേന സഫലമാകും. ജീവിതത്തിൽ സന്തോഷത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയും ദീർഘനാളായി അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്ന സുവർണ കാലഘട്ടമാണിത്. സാമാന്യ ഫലം: ഗ്രഹനില സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ പരമോച്ഛ ബലവും 3, 5, 7 ഭാവങ്ങളിലേക്കുള്ള അമൃതദൃഷ്ടിയും ജീവിതത്തിൽ അഭൂതപൂർവമായ ഭാഗ്യാനുഭവങ്ങൾക്ക് വഴിതെളിക്കും. കണ്ടകശനി നിലനിൽക്കുന്ന സമയമാണെങ്കിലും വ്യാഴത്തിന്റെ ഈ അനുകൂല സംക്രമണം ശനിദോഷങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കും. കഴിഞ്ഞ 12 വർഷക്കാലത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്ന ഈ സുവർണ കാലഘട്ടത്തിൽ ദീർഘകാല ആഗ്രഹങ്ങൾ സഫലമാകും. പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കണ്ടെത്തുകയും ചെയ്യാം. തൊഴിലും ധനസ്ഥിതിയും തൊഴിൽപരമായും സാമ്പത്തികമായും അഭൂതപൂർവമായ വലിയ മുന്നേറ്റങ്ങളാണ് ഈ രാശിമാറ്റത്തിലൂടെ കൈവരുന്നത്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും സാമ്പത്തിക നില ഭദ്രമാവുകയും ചെയ്യും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള വ്യാപാരത്തിൽ വലിയ ലാഭവർദ്ധനവ് കൈവരിക്കുന്നതിനും സാധിക്കും. ഊഹക്കച്ചവടം, ഓഹരി വിപണി എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രഹിതർക്ക് തൃപ്തികരമായ പുതിയ ജോലി ലഭിക്കാനും ഉദ്യോഗസ്ഥർക്ക് പദവി ഉയർച്ചയോടൊപ്പം മികച്ച ശമ്പള വർധനവ് കൈവരിക്കാനും സാഹചര്യമൊരുങ്ങും. കർമ്മരംഗത്ത് എതിർപ്പുകളെയും ശത്രുക്കളെയും നിഷ്പ്രഭമാക്കി മുന്നേറാൻ സാധിക്കും. മാധ്യമം, മാർക്കറ്റിംഗ്, അധ്യാപനം, നിയമം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും സമൂഹത്തിൽ തിളങ്ങി നിൽക്കാനും സാധിക്കും. ന്യായമായ ആവശ്യങ്ങൾക്ക് ധനതടസ്സം നേരിടാത്തതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പാരിതോഷികങ്ങൾ സ്വന്തമാക്കാനും യോഗമുണ്ട്. കുടുംബവും ബന്ധങ്ങളും കുടുംബ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സുഖവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണിത്. ബന്ധുക്കളുമായും സഹോദരങ്ങളുമായും നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഊഷ്മളമായ സ്നേഹബന്ധം പുലരും. സഹോദരങ്ങളിൽ നിന്നും മാതാവിൽ നിന്നും വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. അവിവാഹിതരായ ജാതകർക്ക് അനുകൂലമായ വിവാഹ ബന്ധങ്ങൾ ഒത്തുവരികയും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് പ്രണയവിവാഹത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര വിശ്വാസവും തൃപ്തിയും ഐക്യവും വർദ്ധിക്കും. പങ്കാളിയിലൂടെയും സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യം സിദ്ധിക്കും. മക്കളുടെ ഉദ്യോഗം, വിവാഹം, മത്സര പരീക്ഷകളിലെ ഉന്നത വിജയം എന്നിവയിലൂടെ കുടുംബത്തിൽ വലിയ സന്തോഷ അന്തരീക്ഷം സംജാതമാകും. പുതിയ വീട് വാങ്ങൽ, ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കൽ, വാഹനഭാഗ്യം, പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരൽ എന്നിവയ്ക്കും ഈ സമയം അതീവ അനുകൂലമാണ്. ആരോഗ്യവും മാനസികാവസ്ഥയും ആരോഗ്യ പരിപാലനത്തിൽ ജാതകർ നടത്തുന്ന ശ്രമങ്ങൾ പൂർണ്ണമായും വിജയത്തിലെത്തും. മുൻപ് അലട്ടിയിരുന്ന ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും വലിയ ആശ്വാസവും രോഗമുക്തിയും കൈവരും. കടബാധ്യതകളും മാനസിക ക്ലേശങ്ങളും ഒഴിഞ്ഞുമാറുന്നതിനാൽ മനസ്സിന് പൂർണ്ണമായ സമാധാനവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും. ഉയർന്ന ചിന്താശേഷിയും ആത്മവിശ്വാസവും കൈവരുന്നതിലൂടെ പുതിയ പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സാധിക്കും. സമൂഹത്തിൽ വലിയവരും ആദരണീയരുമായ വ്യക്തികളുടെ സൗഹൃദം സമ്പാദിക്കാനും സാമൂഹിക വലയം വിപുലീകരിക്കാനും സാധിക്കും. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യവും ആത്മീയ ചടങ്ങുകളിൽ പങ്കാളിയാകാനുള്ള അവസരങ്ങളും മനസ്സിന് കൂടുതൽ പ്രശാന്തത നൽകും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഈ അനുകൂലമായ കാലയളവിൽ ജാതകരിൽ അലസത വർദ്ധിക്കാൻ വലിയ സാധ്യതയുണ്ട്. അലസത മൂലം കൈവരുന്ന വലിയ അവസരങ്ങൾ നഷ്ടപ്പെടാനും ജോലികൾ തടസ്സപ്പെടാനും ഇടയുള്ളതിനാൽ ജാതകർ കർമ്മരംഗത്ത് അതീവ സജീവത പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനി 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കണ്ടകശനി കാലമായതിനാൽ വ്യാഴം ദോഷങ്ങൾ കുറയ്ക്കുമെങ്കിലും പുതിയ വിവാഹാലോചനകൾ നടത്തുമ്പോൾ ജാതക പൊരുത്തം വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും പരിശോധിക്കേണ്ടതാണ്. വസ്തുക്കളും വാഹനങ്ങളും ക്രയവിക്രയം ചെയ്യുമ്പോൾ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഈശ്വരാനുകൂല്യം പൂർണ്ണമായി നിലനിർത്തുന്നതിനും സർവാഭീഷ്ട സിദ്ധിക്കുമായി ജന്മഗ്രഹ നില പ്രകാരമുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ അനുഷ്ഠിക്കുന്നത് ഈ കാലയളവിലെ ശുഭഫലങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212